നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണം സമഗ്രമായി അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും DGPക്കും പരാതി. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാവാല വിഭാഗം കേരള ഘടകം സംഘടനാ ജനറൽ സെക്രട്ടറി R.C. രാജീവ് ദാസാണ് പരാതി നൽകിയത്. പി.വി. അൻവറും മലപ്പുറത്തെ മുൻ SP-യുമായ സുജിത് ദാസും തമ്മിലെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് അമിത് ഷായ്ക്കും DGPക്കും പരാതി നൽകിയത്. ചാനലുകളിലൂടെ കേട്ട ഫോൺ സംഭാഷണത്തിൽ പലരുടെയും ഫോൺ ചോർത്തിയെന്ന് അൻവർ സമ്മതിക്കുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഫോൺ ചോർത്തൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാര്യമാരുടെയും ഫോൺ ഇത്തരത്തിൽ ചോർത്തിയെന്ന് അൻവർ സമ്മതിക്കുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലടക്കം വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ചുകളും മറ്റുമുണ്ടെന്ന വസ്തുത കേരള പോലീസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ആരോപണം ഗുരുതരമാണെന്ന് പരാതിയിൽ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന സമ്മതം സത്യസന്ധരായ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ പോലീസ് സമ്മർദ്ദത്തിലാക്കുന്നതും പോലീസ് സേനയ്ക്ക് കളങ്കമേൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് R.C. രാജീവ് ദാസ് അമിത് ഷായ്ക്കും DGPക്കും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, ADGP M.R. അജിത് കുമാർ, പത്തനംതിട്ട SP സുജിത് ദാസ് എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭരണകക്ഷി MLA രംഗത്ത് വന്നത്. അജിത് കുമാർ തന്റെയും മന്ത്രിമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തിയെന്നും പോലീസിനെ നിയന്ത്രിക്കുന്നത് കൊടും ക്രിമിനലുകളാണെന്നും ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. ADGP കൊലയാളിയാണെന്നും ദാവൂദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിനും റോൾ മോഡലെന്നും നിലമ്പൂർ MLA ആരോപിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുസരിക്കുമെന്ന സൂചനയാണ് നിലമ്പൂർ MLA P.V. അൻവർ ഇന്ന് നൽകിയത്. പരാതിയെല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയെന്നും എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും അൻവർ സമ്മതിച്ചിരുന്നു. മുഖ്യമന്ത്രി പാർട്ടിയും എല്ലാം തീരുമാനിക്കുമെന്ന പ്രസ്താവനയിലൂടെ വിവാദങ്ങളിൽ നിന്നും പിന്മാറുമെന്ന സൂചനയാണ് അൻവർ നൽകുന്നത്. ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പറഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരായ ആരോപണങ്ങളിലും മൗനം പാലിച്ചു. സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളിൽ അൻവറിനെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അൻവർ മൗനത്തിലേക്ക് പോയത്. വിവാദ ചോദ്യങ്ങളിൽ നിന്നും അൻവർ അകലം പാലിച്ചു. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളമായിരുന്നു നീണ്ടത്. ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചെന്നും കാര്യങ്ങൾ കൃത്യമായി എഴുതി നൽകിയെന്നും P.V. അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ കേട്ടു. സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷ. ഇതേ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന് നൽകും. എന്റെ ഉത്തരവാദിത്തം ഇവിടെ അവസാനിക്കുകയാണ്. സഖാവ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ചെയ്തത്. പാർട്ടിയുടെ പ്രധാന സഖാവ് കൂടിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും P.V. അൻവർ പറഞ്ഞിരുന്നു. ADGP M.R. അജിത് കുമാറിനെ മാറ്റി നിർത്തണമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പാർട്ടിയും കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു അൻവറിന്റെ മറുപടി. പരാതി നൽകിയിട്ടേയുള്ളൂ, ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. പോലീസിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചു. താൻ ഉന്നയിച്ച ആവശ്യം കൃത്യമായി സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ദൈവത്തെ സാക്ഷിയാക്കി പറയുന്നു, എന്റെ പിന്നിൽ മറ്റാരുമില്ല. സർവശക്തനായ ദൈവം മാത്രമാണെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. P. ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെയായിരുന്നു അൻവർ മടങ്ങിയത്.